സാമ്പത്തിക ശാസ്ത്രത്തിൽ പുട്ടിന് പീര എന്ന രീതിയിൽ മാത്രമേ നികുതി ചുമത്താൻ പാടുള്ളൂ എന്നാണ് വിദഗ്ധ അഭിപ്രായം. എന്നാൽ പല രാജ്യങ്ങളും പല ന്യായങ്ങളുടെ പേരിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ നിയമങ്ങൾ കാറ്റിൽ പറത്താറുണ്ട്. ഇന്ത്യ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് 90% സമ്പന്നർക്കുള്ള ആദായ നികുതി. വർഷം തോറുമുള്ള ബഡ്ജറ്റ് പ്രസംഗത്തിൽ നാനി പൽക്കിവാലയെ പോലുള്ളവർ ഇതിനെതിരെ ശബ്ദിച്ചിരുന്നെങ്കിൽ പോലും സോഷ്യലിസത്തിന്റെ ഗർവിൽ അഹങ്കരിച്ചിരുന്ന സർക്കാരുകൾ അതൊന്നും ചെവിക്കൊള്ളാൻ കൂട്ടാക്കിയില്ല. നികുതി വെട്ടിപ്പ് അക്കാലത്താണ് ഏറ്റവും കൂടുതൽ നടന്നിരുന്നത് എന്നുള്ളതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ന്യായമായ നികുതി നിശ്ചയിച്ചാൽ ഒട്ടുമിക്ക പേരും അതൊക്കെ പാലിക്കാൻ തയ്യാറാവും. എന്നാൽ അന്യായമായ നികുതിയാണ് നിശ്ചയിക്കുന്നതെങ്കിൽ അതൊക്കെ എങ്ങനെ മറികടക്കാമെന്നായിരിക്കും ആളുകൾ ചിന്തിക്കുക. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നീട് ആദായ നികുതിയുടെ പരിധി ഇന്ത്യയിൽ കുറച്ചപ്പോഴാണ് നികുതി വരുമാനം ഇന്ത്യയിൽ വർദ്ധിച്ചത്. ഇപ്പോൾ ആദായ നികുതി ചുമത്തുന്നത് സമ്പന്നർക്കൊക്കെ മാക്സിമം 30% മാത്രമാണ്. അതായത് 10 രൂപ ലാഭം ഉണ്ടാക്കിയാൽ 3 രൂപ മാത്രം നികുതി അടച്ചാൽ മതി. വസ്തുവിന്റെ വിലയുടെ നിശ്ചിത ശതമാനത്തിനപ്പുറം നികുതി ചുമത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാർഷികോപകരണങ്ങൾക്കൊക്കെ 37% ഇന്ത്യ ചുമത്തുന്ന ആവറേജ് നികുതി. ചില ഉൽപ്പന്നങ്ങൾക്ക് 100% വരെ നികുതി ചുമത്തുന്നുണ്ട് നമ്മൾ. ഇത് ന്യായമല്ലെങ്കിൽ കൂടി നമുക്കിത് കുറയ്ക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ കർഷകർ പ്രക്ഷോഭത്തിനിറങ്ങും. ഇങ്ങനെയുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനോട് സൂചിപ്പിച്ചതായാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ അമേരിക്ക അവരുടെ ചുങ്കം കൂട്ടുമ്പോഴത്തേക്ക് നമുക്കതിനെ ധാർമ്മികമായി എതിർക്കാൻ യാതൊരു അവകാശവുമില്ല. അതുപോലെ അമേരിക്ക ചുങ്കം വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് ഇന്ത്യക്ക് ആ ചുങ്കം കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ മാത്രമേ അമേരിക്കയും തിരിച്ച് പഴയ പോലെ ചുങ്കമാക്കുകയുള്ളൂ. ഇതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ ഒരു വ്യാപാര തന്ത്രം, സമ്മർദ്ദമാണ് അമേരിക്ക എല്ലാ രാജ്യങ്ങളുമായും ഇപ്പോൾ പയറ്റുന്നത്. അത് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇന്ത്യൻ കാർഷികോപകരണങ്ങൾക്ക് അമേരിക്കയിൽ വെറും 5% മാത്രമാണ് നികുതി. ഇതൊക്കെ കരാർ പ്രകാരമുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ സാധിക്കും. അതാണിപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പോലും ഈ തീരുമാനങ്ങളിലൂടെയൊക്കെ ശിഥിലമാകാം. ഒരു ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ വിലയുടെ ഒരു പരിധിക്കപ്പുറം നികുതി ചുമത്താൻ പാടില്ല എന്നുള്ള തത്വമാണ് ലോകരാജ്യങ്ങൾ അംഗീകരിക്കേണ്ടത്. അല്ലെങ്കിൽ നികുതി ചുമത്താൻ പറ്റുന്ന ഒരു മാക്സിമം ശതമാനം എത്രയെന്ന് ലോക വ്യാപാര സംഘടനയൊക്കെ ഒരു തീരുമാനത്തിലെത്തേണ്ടതാണ്. എന്നാൽ അതൊന്നും ഉണ്ടാവുന്നതായി കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം ഏത് രാജ്യക്കാർക്കാണ് കൂടുതൽ ഉണ്ടാവുക? അപ്പോൾ ആ ഒരു സംശയം അവിടെ കിടക്കുന്നതിനാൽ അതൊന്നും, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉടനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഇന്ത്യ ഇനി അടിയന്തരമായി ചെയ്യേണ്ട കാര്യം ഇതൊക്കെ രാഷ്ട്രീയപരമായും സാമ്പത്തികമായും നേരിടാനുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്.